ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേറ്റ് ഒക്ടോബർ 17. ഇപ്പോൾ സമയം 9:37. ഇന്ന് നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് നിഫ്റ്റിയിൽ കോൾ ഓപ്ഷനിലാണ്. കാരണം ഇനീഷ്യൽ വ്യൂവിൽ തന്നെ മാർക്കറ്റ് ഒരു അപ്പ് സൈഡിലോട്ടാണ് മൂവ്മെൻറ്റ് കാണിക്കുന്നത്. സോ ഒരു ചെറിയ പുൾ ബാക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ മൂവ് ചെയ്യുന്നുള്ള ഒരു പ്രഡിക്ഷനിലാണ് നമ്മൾ ഈ ഒരു ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തൊരു പോയിന്റിലാണ് പ്രൈസ് നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു ബ്രേക്ക് സംഭവിച്ചിട്ട് പ്രൈസ് വീണ്ടും മുകളിലോട്ട് പോകും എന്നുള്ള വ്യൂവിൽ നമ്മൾ ഒരു അറ്റ് മണിയിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുവാണ്. ഓക്കെ, ഒരു കോൾ ഓപ്ഷൻ ഞാനിവിടെ ബൈ ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് ആസ് യൂഷ്വൽ ജസ്റ്റ് 10 പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 110 പ്രീമിയം, 100 രൂപ സ്റ്റോപ്പ് ലോസിൽ വെച്ചിട്ടുണ്ട്, 10 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ്. സോ ഇനി ആ ഒരു പ്രൈസ് അവിടെ നിന്ന് ആ ഒരു ബ്രേക്ക് നടത്തി മേളിലോട്ട് തന്നെ മൂവ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഒരു വ്യൂ. ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഒരു ചെറിയ പുൾ ബാക്ക് എടുക്കും. ആ ഒരു പുൾ ബാക്ക് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വലിയൊരു സ്പൈക്ക് താഴത്തോട്ട് വീണ് കഴിഞ്ഞാൽ നമുക്കത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് മാൻഡേറ്ററി ആയിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. സ്റ്റോപ്പ് ലോസ് അടിച്ചാലും പ്രൈസ് ആ ഒരു പോയിന്റിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ പോയിട്ട് ഒരു ട്രേഡും കൂടി എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മളെന്തായാലും ട്രേഡ് എടുത്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. പ്രൈസ് ആ ഒരു ഏരിയയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ വലിയ മൂവ്മെൻറ്റ്സ് കാണിക്കുന്നില്ല. ഇപ്പോൾ ട്രേഡ് എടുത്തിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വ്യൂവിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു ചെറിയ പുൾ ബാക്ക് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അത് ഒരു ചെറിയ ഒരു പേടിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് കാണിക്കുന്നതെന്ന് തോന്നുന്നുള്ളൂ. ഇവിടെ നിന്ന് ജസ്റ്റ് ചിലപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ലോസ് കളക്ട് ചെയ്തിട്ട് അത് വീണ്ടും മേലോട്ട് തന്നെ പോകും. നമ്മളൊരു ചെറിയ സ്റ്റോപ്പ് ലോസാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഹിറ്റായി. നമുക്ക് ഒന്നുകൂടി പോയിട്ട് എടുക്കാം. ഓക്കെ, വീണ്ടും ഒന്നുകൂടി ആ ഒരു സെയിം ട്രേഡ് തന്നെ എടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ആസ് യൂഷ്വൽ 10 പോയിൻറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം പ്രൈസ് ഒന്ന് മൂവ് ചെയ്യണവരെ. ഓക്കെ, വീണ്ടും നമ്മൾ ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഒന്ന് ഡൗൺ വന്നിട്ട് വീണ്ടും മേലോട്ട് പോകും. കാരണം ഈ ട്രേഡ് ഒരു A+ സെറ്റപ്പാണ്. ഇത് മേലോട്ട് പോകുന്നുള്ള കാര്യത്തിൽ നല്ലൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ ട്രേഡ് എടുക്കുന്നത്. നമ്മുടെ ലോസ് ലിമിറ്റ് ഒരു 1500 മുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1500 2000 അതിനുള്ളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ പോകണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറാം. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ട്രേഡിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ചാർട്ടിൻ്റെ ഇത് റെഡ് കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു പുൾ ബാക്കാണ്. അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് അത് വീണ്ടും മേലോട്ട് പോകാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. നമുക്ക് വീണ്ടും ഒരു ട്രേഡും കൂടി ഇട്ട് കൊടുക്കാം. സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്യാം. ഓക്കെ, പ്രൈസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പ് വരുമ്പോൾ എടുക്കാം. അപ്പോൾ അത്രയും കുറവ് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതിയാവും. അപ്പോൾ 103 എടുത്തിട്ടുണ്ട്. 104 10 പോയിൻറ്റ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് എന്തായാലും ട്രേഡ്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴും ചെറിയൊരു ഡൗൺ സൈഡിലോട്ടാണ് കാണിക്കുന്നത്. ഇത് മോസ്റ്റ് പ്രോബബിളി അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തത് മേലോട്ട് തന്നെ പോകാനാണ് സാധ്യത. നമുക്ക് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ട്രേഡ് എടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 10:07 ആയിട്ടുണ്ട് സമയം. ഇപ്പോൾ നമുക്ക് വെച്ച ടാർഗറ്റിന് അടുത്ത് വരെയൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. നമുക്കൊരു 3000 എബോവ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് കിട്ടാവുന്ന ഒരു നല്ലൊരു എമൗണ്ടാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് എന്തായാലും എക്സിറ്റ് ചെയ്ത് മാറുവാണ്. അത് വെയിറ്റ് ചെയ്യുന്നില്ല ഇനി മേളിലോട്ട് പോകാനായിട്ട്. ചിലപ്പോൾ ഹോൾഡ് ചെയ്തെങ്കിൽ ഇതിന് മേളിലോട്ട് വീണ്ടും പോകും. പക്ഷേ നമുക്കൊരു 4000 എബോവ് ഓളം ഈ ഒരൊറ്റ ട്രേഡിൽ നിന്ന് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ചെറിയ ട്രailing സ്റ്റോപ്പ് ലോസ് 1 പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ട്രailing സ്റ്റോപ്പ് ലോസ് അടിച്ച് നമ്മൾ ആ ഒരു പ്രോഫിറ്റിൽ തന്നെ എക്സിറ്റ് ആയിക്കോളും. ഇനി ലക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ട്രailing സ്റ്റോപ്പ് ലോസ് അടിക്കാതെ മേലോട്ട് പോകും. പക്ഷേ ഒരു പോയിൻ്റ് എന്തായാലും അടിക്കും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. നമുക്കൊരു 4000 റുപ്പീസോളം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്.